Good morning all. Welcome to ASAP's online classes. ASAPിന്റെ പോളിടെക്നിക്കിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ അറിയാവുന്ന പോലെ പുതിയ സ്റ്റുഡൻസിന് അറിയാൻ വേണ്ടി പറയാണ്. നിങ്ങൾക്ക് സെഷൻ 1 മണിക്കൂറിന്റെ സെഷൻ ആയിരിക്കും. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഇന്ന് നമ്മുടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് Praveen Sharma sir. He is working as the lecturer of GPTC Chelakara. He has a work experience 3 years in Indian Railways and teaching experience of 1 year. He completed his BTech from Government Engineering College of Thrissur. So please enjoy the session and it will be very informative for you. So Praveen sir. Thank you. And welcome to the ASAP online class on the subject power system, generation, transmission, and distribution. Today our topic is on distribution system. So here we can see the general layout of a power system. Here the power is generated at a generating station at 11 kV. Then it is stepped up to 220 kV in a step-up substation. Then after that it is stepped down to 66 kV and further to 11 kV in the secondary substation. And finally in the distribution substation it is stepped down to 0.4 kV or 400 volt. This is the general layout of power system. Power system generate ചെയ്യുന്ന 11 kV ലാണ് ആ പവറിനെ സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഹൈ വോൾട്ടേജിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിനെ ചെയ്യുന്നത് വെച്ചാൽ കറണ്ട് ലോസസ് കുറയ്ക്കാനായിട്ടാണ് ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം കൺസ്യൂമേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വോൾട്ടേജിനെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനായിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ ഉപയോഗിക്കുന്നത്. സോ വാട്ട് ഈസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പവർ സിസ്റ്റം വിച്ച് ഡിസ്ട്രിബ്യൂട്ട്സ് പവർ ടു കൺസ്യൂമേഴ്സ് ഫോർ യൂട്ടിലൈസേഷൻ. അതായത് കൺസ്യൂമേഴ്സിന് പവർ യൂസ് ചെയ്യാനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പവർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട് നോക്കാം. അപ്പോൾ അത് ഫീഡർ, ഡിസ്ട്രിബ്യൂട്ടർ, സർവീസ് മെയിൻസ്, ഇത് മൂന്നുമാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ 3 പാർട്സ്. സോ വാട്ട് ഈസ് ഫീഡർ? ഫീഡർ ഇസ് എ കണ്ടക്ടർ വിച്ച് കണക്ട് സബ്സ്റ്റേഷൻ ടു ഏരിയ വെയർ പവർ ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഏത് ഏരിയയിലാണോ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് സബ്സ്റ്റേഷനെ ആ ഏരിയയിലേക്ക് കണക്ട് ചെയ്യുന്ന കണ്ടക്ടറാണ് ഫീഡർ എന്ന് പറയുന്നത്. ഫീഡറിൽ ടാപ്പിംഗ്സ് ഒന്നുമില്ല. ഫീഡറിൽ ടാപ്പിംഗ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കറണ്ട് ഈസ് സെയിം ഇൻ ദ ഫീഡർ. ഡിസൈൻ കൺസിഡറേഷൻ ഓഫ് ഫീഡർ എന്ന് പറയുന്നത് അതിന്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ആണ്. എത്രത്തോളം കറണ്ട് ഫീഡറിന് ക്യാരി ചെയ്യാൻ പറ്റും എന്നതനുസരിച്ചാണ് അതിന്റെ ഡിസൈൻ കൺസിഡറേഷൻ. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ. Distributor is a conductor from tappings are taken for supply to consumers. ഇത് കൺസ്യൂമേഴ്സിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ടാപ്പിംഗ്സ് ഏത് കണ്ടക്ടറിൽ നിന്നാണ് എടുക്കുന്നത് ആ കണ്ടക്ടറിനാണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ടാപ്പിംഗ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടറിലെ കറണ്ട് സെയിം ആയിരിക്കില്ല. ഓരോ ടാപ്പിംഗ്സ് എടുക്കും, ഓരോ കൺസ്യൂമർ ടാപ്പിംഗ് എടുക്കുമ്പോഴും അതിലെ കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഡിസൈൻ കൺസിഡറേഷൻ എന്ന് പറയുന്നത് അതിന്റെ ലിമിറ്റ് ഓഫ് വോൾട്ടേജ് വേരിയേഷൻ ആണ്. അതായത് നമ്മുടെ വീട്ടിലിപ്പോൾ കൺസ്യൂമേഴ്സിന്റെ 230 വോൾട്ട് ആണെങ്കിൽ അതിന്റെ ഡെസിഗ്നേറ്റഡ് വോൾട്ടേജ് എങ്കിൽ ഒരു വോൾട്ടേജ് വേരിയേഷൻ ടോളറൻസ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റിനുള്ളിലായിരിക്കണം നമ്മൾ വോൾട്ടേജ് വരേണ്ടത്. അപ്പോൾ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഡിസൈൻ കൺസിഡറേഷൻ ലിമിറ്റ് ഓഫ് വോൾട്ടേജ് വേരിയേഷൻ ആണ്. നെക്സ്റ്റ് സർവീസ് മീൻസ്. ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് കൺസ്യൂമേഴ്സിന്റെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന സ്മോൾ കേബിളിനെയാണ് സർവീസ് മെയിൻസ് എന്ന് പറയുന്നത്. പ്രീവിയസ് സ്ലൈഡ് ദീസ് ആർ ദ പാർട്സ്. ഹിയർ വി ക്യാൻ സി ഫ്രം സബ്സ്റ്റേഷൻ, ഫീഡർ. ഫീഡറിൽ ടാപ്പിംഗ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫീഡറിലെ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫീഡർ കണക്ട് ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടർ. ഇവിടെ ഈ ഫിഗറിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് AB, BC, CD ആൻഡ് DA. ഈ 4ാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ് ഓരോ ടാപ്പിംഗ്സ് എടുക്കുന്നത്. നെക്സ്റ്റ് സർവീസ് മെയിൻസ്. ടാപ്പിംഗ്സിൽ നിന്ന് കൺസ്യൂമേഴ്സിന്റെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന കണ്ടക്ടറാണ് സർവീസ് മെയിൻസ്.
Next slide. We can see the classification of distribution systems. Distribution systems are classified on various criteria, like from the nature of current. Current can be alternating current or DC direct current. Next, type of construction. Type of construction can be overhead or underground. Next classification is scheme of connection, radial, ring main, and interconnected. We can see each classification one by one. First classification, DC distribution. In DC distribution, first one is two-wire DC distribution. ടു-വയർ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു പോസിറ്റീവ് ബസ്സും ഉണ്ട്, ഒരു നെഗറ്റീവ് ബസ്സും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവിന്റെ ഇടയിൽ നമ്മുടെ ലോഡുകൾ, ഇപ്പോൾ എൽ എന്ന് ഉദ്ദേശിക്കുന്നത് ലാമ്പ് ലോഡ് ആവാം, മോട്ടർ എം എന്ന് പറയുന്നത് മോട്ടർ ലോഡ് ആവാം. ഏത് ലോഡുകൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബസ്സിന്റെ ഇടയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു വേറൊരു ടൈപ്പാണ് 3-വയർ ഡിസ്ട്രിബ്യൂഷൻ. 3-വയറിൽ ഈ പോസിറ്റീവ് ബസ്സും നെഗറ്റീവ് ബസ്സും കൂടാതെ ഒരു എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ന്യൂട്രൽ ബസ്സും കൂടി ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് കാണാം എൽ എന്നുള്ളത് പോസിറ്റീവിനും ന്യൂട്രലിനും ഇടയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഹയർ റേറ്റിംഗ് ഉള്ള മോട്ടറുകളൊക്കെ ആണെങ്കിൽ, ഹയർ വോൾട്ടേജ് ആവശ്യമുള്ള മോട്ടറുകളൊക്കെ ആണെങ്കിൽ അത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബസ്സിന്റെ ഇടയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡബിൾ വോൾട്ടേജ് അതിൽ കിട്ടും. ഇതാണ് ഡി സി ഡിസ്ട്രിബ്യൂഷന്റെ 2 ടൈപ്സ്, 2-വയർ ആൻഡ് 3-വയർ. നെക്സ്റ്റ് എ സി ഡിസ്ട്രിബ്യൂഷൻ. എ സി 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഹിയർ വി ക്യാൻ സി ഫ്രം 33 kV ലൈൻ substation it is stepped down to 11 kV. 33 kV 11 kV ആക്കി. ആ 11 kV പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബിഗ് കൺസ്യൂമേഴ്സ്, അതായത് ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ്, ഹൈ വോൾട്ടേജ് ആവശ്യമുള്ള കൺസ്യൂമേഴ്സിനാണ് ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലൂടെ പവർ സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ 33 kV 11 kV ഒക്കെ 11 kV ബിഗ് കൺസ്യൂമേഴ്സിന് ഫാക്ടറി ഉണ്ടാവും. അപ്പോൾ അവർക്ക് അതിനുള്ളിൽ തന്നെ വേരിയസ് വോൾട്ടേജ് വേണമെങ്കിൽ അവരുടെ തന്നെ ആയിട്ടുള്ള ട്രാൻസ്ഫോമറുകൾ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ ഉണ്ടായി. നെക്സ്റ്റ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, എ സി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. Here the input is 11 kV 3-phase 3-wire line and the output is 0.4 kV or 400 volt 3-phase 4-wire line. ഇൻപുട്ടിൽ 3-phase 3-wire ആണ്, ഔട്ട്പുട്ടിൽ 3-phase 4-wire ആണ്. എന്തിനാണ് ഈ 4-wire എന്ന് നോക്കാം. 3-phase 3 phase എന്ന് പറയുന്ന ഇവിടെ നമുക്ക് കാണാം ആർ ഫേസ്, വൈ ഫേസ് ആൻഡ് ബി ഫേസ്. 400 വോൾട്ട് എന്ന് പറയുന്നത് ഇവിടെ ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ്. അതായത് ഏതെങ്കിലും ഫേസുകൾ ആർ ഫേസ് ടു വൈ ഫേസ്, വൈ ഫേസ് ടു ബി ഫേസ്, ബി ഫേസ് ടു ആർ ഫേസ്, 2 ഫേസുകൾക്ക് ഇടയിലുള്ള വോൾട്ടേജ് 400 വോൾട്ട് ആയിരിക്കും. ഏതെങ്കിലും ഒരു ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് എന്ന് പറയും, അത് 230 വോൾട്ട് ആണ്. ഓരോ കൺസ്യൂമേഴ്സിന് നിങ്ങൾക്ക് കാണാം ഹൗസ് 1 എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് ഫേസ് ബിയും ഒരു ന്യൂട്രലും, ഒരു ഫേസും ഒരു ന്യൂട്രലാണ് ഹൗസ് 1-ന് കൊടുത്തിരിക്കുന്നത്. വൈ ഫേസും ന്യൂട്രലുമാണ് ഹൗസ് 2-ന് കൊടുത്തിരിക്കുന്നത്. ആർ ഫേസും ന്യൂട്രലുമാണ് ഹൗസ് 3-ക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചില സ്ഥാപനങ്ങൾ, നമ്മുടെ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ്, അങ്ങനെ ചിലർക്ക് 3 ഫേസ് സപ്ലൈ ആവശ്യമുള്ളവർക്ക് 3 ഫേസ്, ആറും വൈയും ബിയും 3 ഫേസും ന്യൂട്രലും കൂടെ കൊടുത്തിട്ടുണ്ടാവും. So here we can see the picture of distribution transformer. Here we can see from the field 3 lines are at the input and in the output on the output R phase, Y phase and B phase and a neutral is there. So in the output 3 phase and 1 neutral is there. Here we can see 6 fuses. That means R phase and neutral, Y phase and neutral, B phase and neutral. ഇതിന് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഒരു 30 കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ 10 കൺസ്യൂമേഴ്സിന് ആർ ഫേസും 10 കൺസ്യൂമേഴ്സിന് വൈ ഫേസും ബാക്കി 10 കൺസ്യൂമേഴ്സിന് ബി ഫേസും, അതായത് ലോഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലും 100% പെർഫെക്റ്റ് ബാലൻസ് ആവില്ല. അപ്പോൾ ബാലൻസ് ഉള്ള കറണ്ട് ഈ ന്യൂട്രലിൽ കൂടെയാണ് പോകുന്നത്. ഈ ന്യൂട്രൽ ട്രാൻസ്ഫോമറിന്റെ അവിടെ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ അവിടെ എർത്ത് ചെയ്തിട്ടുണ്ടാവും. ഈ സ്ട്രക്ചറിന് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ പിന്നെ അതിന്റെ ആക്സസറീസ് എല്ലാം കൂടി സ്ട്രക്ചറിനെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓവർഹെഡ് ആൻഡ് അണ്ടർഗ്രൗണ്ട്. ഓവർഹെഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ പോൾസിൽ കണ്ടക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് ഓവർഹെഡ് ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്നത് ട്രെഞ്ച് എടുത്തിട്ട് ഭൂമിക്ക് അടിയിൽ കേബിൾസ് ലേ ചെയ്തിട്ട് ഉള്ളതാണ് അണ്ടർഗ്രൗണ്ട്. അപ്പോൾ ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ട് ഓവർഹെഡും അണ്ടർഗ്രൗണ്ടും എങ്ങനെയാണ് കമ്പാരിസൺ എന്ന് നമുക്ക് നോക്കാം.
ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സേഫ്റ്റി. ഓവർഹെഡ് ലൈനിലാണെങ്കിൽ ഹസാർഡ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തെങ്കിലും മരം പൊട്ടി വീണ്ടോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് മഴയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് അഫക്ട് ചെയ്യാൻ ഓവർഹെഡ് കൂടുതൽ ചാൻസ് ഉണ്ട്. അണ്ടർഗ്രൗണ്ട് അതനുസരിച്ച് നോക്കുമ്പോൾ ഭൂമിക്ക് അടിയിലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സേഫ് ആണ്. ഇനീഷ്യൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓവർഹെഡ് ലൈനിന് അണ്ടർഗ്രൗണ്ടിനേക്കാൾ വളരെ കുറവായിരിക്കും. കാരണം അണ്ടർഗ്രൗണ്ട് കേബിൾ ലേ ചെയ്യാനായിട്ട് ട്രെഞ്ച് വേണം, അതിന്റെ കേബിൾസിന്, പിന്നെ അതിന്റെ ലേബർ കോസ്റ്റ്, ഇതെല്ലാം വളരെ കൂടുതലാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 3 to 4 ടൈംസ് ഈ ഓവർഹെഡ് ലൈനിനേക്കാൾ കോസ്റ്റ് അണ്ടർഗ്രൗണ്ട് കേബിളിന് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി. അതായത് ഒരു ലൈൻ ഷിഫ്റ്റ് ചെയ്യണമെങ്കിലോ ഒരു പുതിയ ഇൻസ്റ്റാളേഷൻ, പുതിയ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ഓവർഹെഡ് ലൈനാണ്. അണ്ടർഗ്രൗണ്ട് ലൈൻ ആണെങ്കിൽ നമുക്ക് ട്രെഞ്ച് മാറ്റി വീണ്ടും ചെയ്യാനൊക്കെ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അണ്ടർഗ്രൗണ്ട് കേബിൾ. കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ് ഓവർഹെഡ് ലൈൻ. നെക്സ്റ്റ് ഫാൾട്ട് നോക്കുകയാണെങ്കിൽ ഓവർഹെഡ് ലൈനിലായിരിക്കും കൂടുതൽ ഫാൾട്ട് ഉണ്ടാകാനുള്ള ചാൻസ്. കാരണം അത് അറ്റ്മോസ്ഫിയറിന് എക്സ്പോസ്ഡ് ആണ്. ഇപ്പോൾ കാറ്റും മഴയൊക്കെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഓവർഹെഡ് ലൈനിലാണ്. അതുപോലെ തന്നെ അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആണ് ബെറ്റർ. ഓവർഹെഡ് കുറച്ചുകൂടി ക്ലംസി ആയിരിക്കും, കാണാനൊരു കുറച്ചും കൂടി ഐസ്തെറ്റിക് ലുക്ക് ഉള്ളത് അണ്ടർഗ്രൗണ്ട് കേബിളാണ്. റിപ്പയർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈൻ ടു എർത്ത് എന്തെങ്കിലും ഒരു ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഓവർഹെഡ് ലൈനിൽ നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. അണ്ടർഗ്രൗണ്ടിലാണെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട്, കാരണം അത് ഭൂമിക്ക് അടിയിലായത് കൊണ്ട് തന്നെ അത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ യൂസ്ഫുൾ ലൈഫ് ഓവർഹെഡ് ലൈനിന് കുറച്ച് കുറവായി. ഓവർഹെഡ് ലൈനിന് സപ്പോസ് ഒരു 20-25 ഇയേഴ്സ് ആണ് ലൈഫ് എങ്കിൽ അണ്ടർഗ്രൗണ്ട് കേബിൾ ലൈഫ് ഒരു 40-50 ഇയേഴ്സ് ഉണ്ടായിരിക്കും. മെയിൻ്റനൻസ് കോസ്റ്റ് ആണെങ്കിലും ഓവർഹെഡ് ലൈനിന് കുറച്ചും കൂടി ഹൈ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറെ അഡ്വാൻറ്റേജ് അണ്ടർഗ്രൗണ്ട് കേബിൾ ഉണ്ടെങ്കിൽ തന്നെയും കോസ്റ്റ് വലിയൊരു ഫാക്ടറാണ്. കോസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഓവർഹെഡ് ലൈനാണ് ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹൈലി പോപ്പുലേറ്റഡ് ഏരിയാസ് അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്, ടൗൺസിൽ സിറ്റീസിലൊക്കെയാണ് അണ്ടർഗ്രൗണ്ട് കേബിൾ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫസ്റ്റ് വൺ റേഡിയൽ. റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ സെപ്പറേറ്റ് ഫീഡേഴ്സ് റേഡിയേറ്റ് ഫ്രം സിംഗിൾ സബ്സ്റ്റേഷൻ ആൻഡ് ഫീഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അറ്റ് one end only. Here we can see the figure of a radial distribution. സബ്സ്റ്റേഷൻ ഒരു ഫീഡർ, OC എന്നുള്ള ഒരു ഫീഡർ ആണ്. എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ 11 kV നിന്ന് 400 വോൾട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, അതിൽ നിന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ വരുന്നു. ആ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ടാപ്പിംഗ്സ് എടുക്കും. ഇതിൽ റേഡിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫീഡർ തമ്മിൽ ഇന്റർ കണക്ഷൻ ഒന്നും ഇല്ല. കൺസ്യൂമറിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഫീഡറിനെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെയാണ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഫാൾട്ടിന് ശേഷമുള്ള കൺസ്യൂമേഴ്സിന് ഒന്നും സപ്ലൈ കിട്ടില്ല, സപ്ലൈ കട്ട് ഓഫ് ആവും. അതുപോലെ തന്നെ സീരിയസ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ്, അതായത് ഡിസ്ട്രിബ്യൂട്ടർ ലോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ, കറണ്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ കൺസ്യൂമേഴ്സിന് ഉള്ള വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഇതിൽ കൂടുതലാണ്. ഇതിൽ ലോ കോസ്റ്റ് ആണെങ്കിൽ തന്നെയും ഇതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിംഗ് മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ്. റിംഗ് മെയിനിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറീസ് എല്ലാം ഒരു ലൂപ്പ് ഫോം ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഒരു ലൂപ്പ് ഫോം ചെയ്ത് എല്ലാ ഡിസ്ട്രിബ്യൂഷന്റെ ട്രാൻസ്ഫോമറുകളുടെയും പ്രൈമറി ഒരു ലൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മേജർ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയലിനെ വെച്ച് നോക്കുമ്പോൾ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്നുള്ള ഫീഡർ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. സപ്പോസ് നമുക്ക് ഇവിടെ കാണാം SLM എന്നുള്ള ഒരു ഫീഡറിൽ ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, ഫോൾട്ട് ഉണ്ടായാൽ തന്നെയും അത് SRQPONM ആ ഒരു നെക്സ്റ്റ്, അതായത് പാരലൽ ആയിട്ടുള്ളൊരു പാത്ത് അതിന് കിട്ടുകയും സപ്ലൈ നമുക്ക് റിസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർ കണക്റ്റഡ് സിസ്റ്റമാണ്. ഇതും ഒരു റിംഗ് ഉള്ള സിസ്റ്റം തന്നെയാണ്. ഇതിൽ കുറച്ചും കൂടി റിലയബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഫീഡർ റിങ്ങിനെ എനർജൈസ് ചെയ്യാനായിട്ട് രണ്ടോ അതിലധികമോ സബ്സ്റ്റേഷൻ, ഇപ്പൊ നമുക്ക് ഫീഡറിൽ കാണാം S1 ആൻഡ് S2 രണ്ട് സബ്സ്റ്റേഷനുകൾ ഈ ഫീഡർ റിങ്ങിനെ എനർജൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഒരു സബ്സ്റ്റേഷനിൽ സപ്പോസ് ഇപ്പോൾ ഒരു പീക്ക് ലോഡ്, അതായത് ലോഡ് കൂടുതലാണെങ്കിൽ ആ ഏരിയ നമുക്ക് നെക്സ്റ്റ് അഡ്ജസ്റ്റന്റ് സബ്സ്റ്റേഷനിൽ നിന്ന് സപ്ലൈ എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് അവിടുത്തെ പീക്ക് ലോഡിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റിസർവ് പവർ കപ്പാസിറ്റി. എന്താണ് റിസർവ് പവർ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇനി വരാൻ പോകുന്ന ലോഡ് ഇപ്പൊ നമുക്ക് അറിയില്ല, ചിലപ്പോൾ ഒരു പീക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു റിസർവ് പവർ ജനറേറ്റ് സ്റ്റേഷനിലൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് റിസർവ് പവർ കുറച്ച് ലോ ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ റിസർവ് പവർ ലോ ആയിട്ട് വെച്ച് നമുക്ക് അതിന്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഏരിയയിൽ
നമ്മൾ ലോഡ് കൂടുതലാണെങ്കിൽ അത് അഡ്ജസ്റ്റന്റ് ഏരിയയിൽ നിന്ന് ഫീഡ് ചെയ്തിട്ട് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, റിലയബിലിറ്റി കൂട്ടാൻ പറ്റും. അപ്പൊ ഇതാണ് ഡിഫറെന്റ് മെത്തേഡ്സ്, സ്കീം ഓഫ് കണക്ഷൻ, different scheme of connection of distribution system. So what are the requirements of distribution system? First one is proper voltage. അതായത് കൺസ്യൂമർ ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് അതൊരു വേരിയേഷൻ 230 വോൾട്ട് ആണ് റേറ്റഡ് വോൾട്ടേജ് എങ്കിൽ അതിന്റെ വേരിയേഷൻ ±6% പാടുള്ളൂ. അതായത് 230 വോൾട്ട് ആണെങ്കിൽ 260 × 244 വോൾട്ട് വരെ ആ വോൾട്ടേജിന്റെ വേരിയേഷൻ അതിന്റെ ടോളറൻസ് ലിമിറ്റ് ഉള്ളൂ. പ്രോപ്പർ വോൾട്ടേജ് കൺസ്യൂമേഴ്സിന് ലഭിക്കുക എന്നുള്ളത് ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഒരു എസെൻഷ്യൽ റിക്വയർമെന്റ് ആണ്. വോൾട്ടേജ് ആ ടോളറൻസ് ലിമിറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ആ എക്യുപ്മെന്റ്സിന് ഉണ്ടാവാൻ സാധ്യത. ഇപ്പൊ ലോ വോൾട്ടേജ് ആണെങ്കിൽ ലാമ്പുകളും മോട്ടറുകളും ഒന്നും ഇൻഎഫിഷ്യന്റ് ആയിരിക്കും, ലൈറ്റ് കൃത്യമായിട്ട് മോട്ടർ കറക്റ്റ് ആയിട്ട് റൺ ചെയ്യില്ല. അപ്പൊ അങ്ങനെ അപ്ലയൻസിനൊക്കെ ലോ വോൾട്ടേജ് അഫക്ട് ചെയ്യും. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അതിന്റെ മോട്ടർ ആണെങ്കിൽ വൈൻഡിങ് ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അപ്ലയൻസ് ഒക്കെ ഫെയിൽ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പ്രോപ്പർ വോൾട്ടേജ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് വൺ റിക്വയർമെന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നെക്സ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് പവർ ഓൺ ഡിമാൻഡ്. അതായത് ലോഡ്സ് ആർ ഓൺ ഓർ ഓഫ് വിത്തൗട്ട് ഇൻഫോമിങ് ദ സപ്ലൈ അതോറിറ്റി. നമുക്കൊരു മോട്ടറോ അല്ലെങ്കിൽ ഫാനോ അല്ലെങ്കിൽ ലൈറ്റോ ഓൺ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ആരെങ്കിലും നമ്മൾ KCBനെ ഒന്നും അറിയിച്ചിട്ടല്ല നമ്മൾ ഓൺ ചെയ്യുന്നോ ഓഫ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ആ പവർ സപ്ലൈ നമുക്ക് കിട്ടാനുള്ള ഒരു ഇത് റൈറ്റ് ഉണ്ട്. അപ്പൊ അതൊരു വേറെ റിക്വയർമെന്റ്. നമ്മൾ എപ്പോൾ ഡിമാൻഡ് ചെയ്താലും പവർ സപ്ലൈ ഇലക്ട്രിസിറ്റി അവൈലബിൾ ആയിരിക്കണം. അതാണ് പവർ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിലയബിലിറ്റി. അതായത് ഇലക്ട്രിസിറ്റി നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതായത് 24/7 ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ഇപ്പോൾ വീടുകളിലായാലും ഇൻഡസ്ട്രീസ്, ഹോസ്പിറ്റൽസ്, റെയിൽവേസ്, അങ്ങനെ എല്ലാ സ്ഥലത്തും 24/7 പവർ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അതൊരു റിലയബിലിറ്റി വളരെ അത്യാവശ്യമാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഇന്റർകണക്റ്റഡ് സിസ്റ്റത്തിലാണെങ്കിൽ കുറച്ചും കൂടി റിലയബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പവർ സപ്ലൈ ഒരു സിസ്റ്റം 100% പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഫെയിലിയർ ഉണ്ടായാൽ തന്നെയും പവർ പെട്ടെന്ന് റിസ്റ്റോർ ചെയ്യാനായിട്ട് അത് സാധിക്കണം. അത് റിലയബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് കൺട്രോൾ, അതായത് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടായാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോൾ ചെയ്ത് ജനറേറ്റിംഗ് സ്റ്റേഷനിലോ പല സ്ഥലത്തും ഓട്ടോമാറ്റിക് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് റിലയബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിസർവ് ഫെസിലിറ്റി, അതായത് അൺഫോർസീൻ ആയിട്ടുള്ള പെട്ടെന്ന് ലോഡ് ഇൻക്രീസ് ചെയ്യാൻ മീറ്റ് ചെയ്യാനായിട്ട് റിസർവ് പവർ ഫെസിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു റിക്വയർമെന്റ്. 3 റിക്വയർമെന്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്: പ്രോപ്പർ വോൾട്ടേജ്, പവർ ഓൺ ഡിമാൻഡ്, റിലയബിലിറ്റി. നെക്സ്റ്റ് വോൾട്ടേജ് റെഗുലേഷൻ. വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. What is voltage regulation? It is the difference in voltage from no load to full load at load terminals expressed as a percentage of full load voltage. The voltage regulation equal to V no load minus V full load divided by V full load into 100%. പെർസെൻറ്റേജിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് നോ ലോഡ് വോൾട്ടേജിന് ഫുൾ ലോഡ് വോൾട്ടേജ്, അതായത് ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഡൗൺ ആവും. അപ്പോൾ ആ വേരിയേഷൻ, വോൾട്ടേജിന്റെ വേരിയേഷൻ എന്നുള്ളതാണ് വോൾട്ടേജ് റെഗുലേഷൻ. അതായത് പെർസെൻറ്റേജ് VNL മൈനസ് VFL ഡിവൈഡ് ബൈ VFL ഇൻറ്റു 100%. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോപ്പർ വോൾട്ടേജ് നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. ±6% പറഞ്ഞാൽ ആ വോൾട്ടേജ് റെഗുലേഷൻ വളരെ ലോ ആയിരിക്കണം. എത്രത്തോളം വോൾട്ടേജ് റെഗുലേഷൻ താഴെയാണോ അത്രയും നല്ലതാണ്. അപ്പൊ ലോ വോൾട്ടേജ് റെഗുലേഷൻ ഈസ് ഗുഡ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയാം. അപ്പൊ വോൾട്ടേജ് റെഗുലേഷൻ എത്രമാത്രം മിനിമം ആക്കാൻ പറ്റുമോ അത്രയും സിസ്റ്റത്തിന് നല്ലതാണ്. കാരണം ലോഡ് കൂടിയാലും വോൾട്ടേജിന്റെ വേരിയേഷൻ അധികം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ വേരിയേഷൻ കുറച്ച് നമുക്ക് നിർത്തണം. വോൾട്ടേജ് റെഗുലേഷൻ, ഗുഡ് വോൾട്ടേജ് റെഗുലേഷൻ ഈസ് ലോ വോൾട്ടേജ് റെഗുലേഷൻ. ഡിഫറെന്റ് വോൾട്ടേജ് റെഗുലേറ്റിംഗ് ഡിവൈസസ്. അപ്പൊ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സൈറ്റേഷൻ കൺട്രോൾ ആണ്. എക്സൈറ്റേഷൻ കൺട്രോൾ ചെയ്യുന്നത് ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റേഴ്സിലാണ് എക്സൈറ്റേഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ചേഞ്ചിങ് ഫീൽഡ് കറണ്ട് ഓഫ് ഓൾട്ടർനേറ്റർ അക്കോർഡിംഗ് ടു ലോഡ് വേരിയേഷൻ. നമ്മൾ പറഞ്ഞു ലോഡ് വേരി ചെയ്യുമ്പോൾ വോൾട്ടേജ് വേരി ചെയ്യും. ഇവിടെ നമുക്ക് കാണാം ഇവിടെ ആൾട്ടർനേറ്ററിൽ നിന്നൊരു PT എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, അതായത് അതിന്റെ വോൾട്ടേജ് സെൻസ് ചെയ്യാനായിട്ടാണ്. വോൾട്ടേജ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് സെൻസ് ചെയ്യാനായിട്ടാണ് PT ഉപയോഗിക്കുന്നത്. ആ PTയിൽ നിന്ന് നമ്മളൊരു കമ്പയർ ചെയ്യണം. റെഫറൻസ് വോൾട്ടേജും നമ്മൾ ഇപ്പോൾ ഉള്ള ആക്ച്വൽ വോൾട്ടേജും സെൻസ് ചെയ്തിട്ട് അതിന്റെ എറർ ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ട് അത് എന്താണ് ജനറേറ്ററിന്റെ ഫീൽഡിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത റെഫറൻസ് വോൾട്ടേജിന് എന്തെങ്കിലും എറർ ആക്ച്വൽ വോൾട്ടേജിന് ഉണ്ടെങ്കിൽ ആ എറർ അനുസരിച്ച് ഫീൽഡ് കറണ്ട് വേരിയേഷൻ ചെയ്ത് ഫീൽഡ് കറണ്ട് ഇപ്പോൾ വോൾട്ടേജ് കുറവാണെന്ന് വിചാരിക്കുക. വോൾട്ടേജ് കുറവാണെങ്കിൽ ഒരു നമ്മൾ സെറ്റ് ചെയ്ത വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ അപ്പോൾ ആ വോൾട്ടേജിനനുസരിച്ച് ഫീൽഡ് കറണ്ട് കൂട്ടിയിട്ട് നമുക്ക് ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടാൻ, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫീൽഡ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീൽഡ് കറണ്ട് കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ റെഫറൻസ് വോൾട്ടേജിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് എക്സൈറ്റേഷൻ കൺട്രോൾ. നെക്സ്റ്റ് ടാപ്പ് ചേഞ്ചിങ് ട്രാൻസ്ഫോമർ. ഫിഗറിൽ കാണുന്നത് ഒരു ഓഫ് ലോഡ് ടാപ്പ് ചേഞ്ചിങ് ട്രാൻസ്ഫോമർ ആണ്. ഇവിടെ പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു മൂവബിൾ ആം ഉണ്ട്, അതായത് ഡിഫറെന്റ് ടാപ്സ് ഉണ്ട്. അപ്പോൾ ആ ടാപ്പുകൾ നമുക്ക് 1 2 3 4 5 എന്ന് ടാപ്പുകൾ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വോൾട്ടേജ് വേരി ചെയ്യണമെങ്കിൽ ഇപ്പോൾ 5ലാണ് ഹയസ്റ്റ് വോൾട്ടേജ് കിട്ടും, 1ലാണെങ്കിൽ ലോവസ്റ്റ് വോൾട്ടേജ്. ടാപ്പുകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് സെക്കൻഡറി വോൾട്ടേജ് വേരിയേഷൻ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചിങ് ട്രാൻസ്ഫോമർ. ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചിങ് ട്രാൻസ്ഫോമർ പ്രത്യേകിച്ചാൽ ലോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട ഓഫ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ടാപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചിൽ നമുക്ക് ലോഡ് വെച്ചുകൊണ്ട് തന്നെ ടാപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട്, ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വോൾട്ടേജ് റെഗുലേറ്റിംഗ് ഡിവൈസ് ആണ്. സബ്സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്യുന്നത് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചിങ് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ അതായത് നമുക്ക് സപ്ലൈ ഇന്ററപ്ഷൻ ഇല്ലാതെ തന്നെ വോൾട്ടേജ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാനോ നമുക്ക് ആവശ്യം കുറയ്ക്കാനോ ഈ ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചിങ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് പറ്റും. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഒരു സെക്കൻഡറി 2 വൈൻഡിങ് ഉണ്ട്. ഒരു എ എന്നുള്ള സ്വിച്ചും ബി എന്നുള്ള സ്വിച്ചും ഉണ്ട്. എയിൽ നിന്ന് 1A to 5A, ബിയിൽ നിന്ന് 1B to 5B. സപ്പോസ് ഇപ്പൊ പൊസിഷൻ 1A ആൻഡ് 1Bയിലാണ് കണക്ഷൻ എന്ന് വിചാരിക്കുക. ഇപ്പൊ നമുക്ക് ആ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണം, 2A to 2B ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സ്വിച്ച് എ ഓർ ബി, സപ്പോസ് നമ്മൾ എ സ്വിച്ച് ഓപ്പൺ ചെയ്തതിനു ശേഷം 1Aയിൽ നിന്ന് കണക്ഷൻ 2Aയിലേക്ക് കണക്ഷൻ ആകും. അതിനുശേഷം എ സ്വിച്ച് ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് ബി സ്വിച്ച് ഓപ്പൺ ചെയ്തിട്ട് 1Bയിൽ നിന്ന് 2Bയിലേക്ക് കണക്ഷൻ ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ് ബി സി. അപ്പോൾ 1A 1Bയിൽ നിന്ന് കണക്ഷൻ ഇപ്പോൾ 2A 2Bയിലേക്ക് കണക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ച് ട്രാൻസ്ഫോമർ. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ചിങ് ചെയ്യുന്ന സമയത്ത് ടാപ്പ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു വൈൻഡിങ് ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ 1A to 2A ചേഞ്ച് ചെയ്യുമ്പോൾ എ സ്വിച്ച് ഓപ്പൺ ആയിരിക്കും, ബി മാത്രമേ കണക്റ്റഡ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഒരു വൈൻഡിങ് അറ്റ് എ ടൈം ഉണ്ടാവുള്ളൂ. നമുക്കറിയാം പാരലാവുമ്പോൾ ഇമ്പിഡൻസ് കുറവായിരിക്കും. അപ്പോൾ ഒരു വൈൻഡിങ് പോകുമ്പോൾ അതിലെ ഇമ്പിഡൻസ് അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ 2 റെസിസ്റ്റൻസ് പാരലാണെങ്കിൽ ഇക്വാലന്റ് R/2 ആയിരിക്കും. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ R ആയിരിക്കും അതിന്റെ. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പിഡൻസും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇമ്പിഡൻസ് വരികയും സെയിം ലോഡ് കറണ്ട് ഒരു വൈൻഡിങ്ങിന് ക്യാരി ചെയ്യേണ്ടി വരികയും അപ്പോൾ അതിലൊരു വോൾട്ടേജ് സർജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു ചെറിയൊരു വോൾട്ടേജ് സർജ് ഉണ്ടാവാനുള്ളതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പക്ഷെ മെയിൻലി ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചിങ് ട്രാൻസ്ഫോമർ ആണ് എല്ലാ സബ്സ്റ്റേഷനുകളിലും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അനദർ ടൈപ്പാണ് ഓട്ടോ ട്രാൻസ്ഫോമർ ടാപ്പ് ചേഞ്ചിങ്. ഇവിടെ AB എന്നുള്ളതാണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ. AB എന്നുള്ള ഓട്ടോ ട്രാൻസ്ഫോമർ ഒരു ഷോർട്ട് സർക്യൂട്ടിംഗ് സ്വിച്ച് കാണാം. S എന്നുള്ള ഷോർട്ട് സർക്യൂട്ടിംഗ് സ്വിച്ച് ഉണ്ട്. ഇപ്പൊ നോർമൽ കേസിൽ ഈ ഷോർട്ട് സർക്യൂട്ടിംഗ് സ്വിച്ച് ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ A എന്നുള്ളത് ഓഡ് നമ്പർ 1 3 5ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. B എന്നുള്ളത് 2ലേക്കും 4ലേക്കും ഈവൻ നമ്പർ ഓഫ് സ്വിച്ചസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സപ്പോസ് നമ്മളിപ്പോൾ കണക്ഷൻ ഇപ്പോൾ 5ലാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ നിന്ന് കണക്ഷൻ നമുക്ക് 4ലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഷോർട്ട് സർക്യൂട്ടിംഗ് സ്വിച്ച് ഓപ്പൺ ചെയ്യും, S ഓപ്പൺ ചെയ്യും. എന്നിട്ട് കണക്ഷൻ 5ലുള്ള കണക്ഷൻ 4ലേക്ക് ടാപ്പ് നമ്മൾ ചേഞ്ച് ചെയ്യും. അതിനുശേഷം ഈ ഷോർട്ട് സർക്യൂട്ടിംഗ് സ്വിച്ച് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. ഇതിൽ വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നോക്കിയറിയാം ഈ ട്രാൻസ്ഫോമർ AB45 വഴി ഒരു സർക്കുലേറ്റിംഗ് കറണ്ട്, അതായത് AB45 വഴി ഒരു സർക്കുലേറ്റിംഗ് കറണ്ട്
ഈ സ്വിച്ച് ഓപ്പൺ ആയ സമയത്ത് നമ്മൾ ടാപ്പ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കറണ്ടിന്റെ വാല്യൂ കുറവായിരിക്കും, കാരണം ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ റിയാക്ടൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ആ കറണ്ട് കുറവായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൂസ്റ്റർ ട്രാൻസ്ഫോമർ. ബൂസ്റ്റർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജിന് ഇൻ ഫേസ് ആയിട്ട് ഒരു അഡീഷണൽ വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണ്, ബൂസ്റ്റ് ചെയ്യണം വോൾട്ടേജിനെ. ബൂസ്റ്റർ അതുകൊണ്ടാണ് ബൂസ്റ്റർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു മെയിൻ ട്രാൻസ്ഫോമർ കാണാം. ഇപ്പൊ മെയിൻ ട്രാൻസ്ഫോമറിൽ നിന്ന് ഫീഡർ വളരെ അകലെ സ്ഥലങ്ങളിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നതെങ്കിലാണ് ഈ ബൂസ്റ്റർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. വളരെ അകലെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ബൂസ്റ്റർ ട്രാൻസ്ഫോമറിന് രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് വൺ റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമർ ആണ്. ഈ റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമറിന്റെ കൂടെ നമുക്ക് 3 ടാപ്പിംഗ്സ് കാണാം, 1, 2, 3 എന്നുള്ളത്. ഇത് ഓഫ് ലോഡ് അല്ല, ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ തന്നെയാണ്. ഇപ്പൊ ഫിഗർ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ ഉള്ള ഒരു റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമർ ആണ് ഇതിന്റെ ഒരു പാർട്ട്. അപ്പൊ അതിലേക്കാണ് ഈ ബൂസ്റ്റർ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കണക്ട് ചെയ്തിട്ടുള്ളത്. പ്രൈമറി കണക്ട് ചെയ്തിരിക്കുന്നത് റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമറിലേക്കാണ്. ആ റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമർ ഒരു ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ ആണ്. സെക്കൻഡറി കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൈനിലേക്കാണ്. നമുക്ക് അറിയാം, ഇപ്പൊ ബി എന്നുള്ള പോയിന്റിലേക്കാണ് ബൂസ്റ്റർ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ലൈനിലാണോ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യേണ്ടത് ആ ലൈനിന് ഇൻ ഫേസ് ആയിട്ടായിരിക്കും ബൂസ്റ്റർ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി കണക്ട് ചെയ്തിരിക്കുന്നത്. പ്രൈമറി റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യും, സെക്കൻഡറി ഏത് ലൈനിലാണോ നമ്മൾ വോൾട്ടേജ് കൺട്രോൾ ചെയ്യേണ്ടത് അവിടേക്കായിരിക്കും സെക്കൻഡറി കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ടാപ്പ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എത്ര വോൾട്ടേജ് ആണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത്, ഇൻ ഫേസ് ആയിട്ട് ആ ലൈൻ വോൾട്ടേജിലേക്ക് ആഡ് ചെയ്യേണ്ടത്, അത് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡറി ഈ ലൈൻ വോൾട്ടേജിലേക്ക് ആഡ് ചെയ്യും. ഇത് മെയിൻ ട്രാൻസ്ഫോമറിന് വളരെ അകലെയുള്ള ദൂരങ്ങളിലേക്ക് ലോഡ് ഫീഡ് ചെയ്യുമ്പോഴാണ് ഈ ബൂസ്റ്റർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ റെഗുലേറ്റേഴ്സ്. കുറച്ച് ഓൾഡ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഇതാണ്. ഇൻഡക്ഷൻ റെഗുലേറ്ററിൽ നമുക്ക് കാണാം, ഇവിടെ അതിന്റെ എന്ന് പറയുന്നത് 2 വൈൻഡിങ് ഉണ്ട്, AB ആൻഡ് CD. ഇതൊരു മോട്ടർ പോലെയാണ്. ഇപ്പൊ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ AB ഒരു സ്റ്റാറ്റർ വൈൻഡിങ്ങും CD റോട്ടർ വൈൻഡിങ്ങും ആണ്. CD ഒരു റൊട്ടേറ്റിംഗ് പാർട്ടിലാണ് വൈൻഡിങ് ചെയ്തിട്ടുള്ളത്, AB സ്റ്റാറ്റർ. ഇൻപുട്ട് നമ്മൾ ABയിലേക്കാണ് കൊടുക്കുന്നത്, ഔട്ട്പുട്ട് CD-യിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പൊ ഇൻപുട്ട് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്തൊരു ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ഒരു AC സപ്ലൈ കൊടുക്കുമ്പോൾ ഒരു ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ആ ഫ്ലക്സ് ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡറിയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ തന്നെ, സെക്കൻഡറി അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ പ്രിൻസിപ്പിൾ തന്നെ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി സെക്കൻഡറിയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ ആ EMF ഇവിടെ കാണാം, ഫിഗറിൽ കാണാം, CD നമ്മൾ ലൈനിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ CD-യിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യേണ്ട ലൈനിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, ആ EMF അതിൽ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി, റോട്ടർ എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണലി ആയിട്ട് മാനുവൽ ആയിട്ട് ഒരു എക്സ്റ്റേണൽ മോട്ടർ വെച്ചോ നമ്മൾ അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF നമുക്ക് വേരിയേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ എത്രത്തോളം നമുക്ക് വോൾട്ടേജ് വേരിയേഷൻ ചെയ്യണം അതനുസരിച്ച് നമുക്ക് മാക്സിമം പൊസിഷനിലോ മിനിമം പൊസിഷനിലോ ഒരു എക്സ്റ്റേണൽ മോട്ടർ ഉപയോഗിച്ച് ഈ റോട്ടറിനെ വേരി ചെയ്ത് കഴിഞ്ഞാൽ ആ പൊസിഷൻ അനുസരിച്ചുള്ള EMF നമുക്ക് ഈ ലൈനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻഡക്ഷൻ റെഗുലേറ്ററിന്റെ വർക്കിംഗ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിങ്ക്രോണസ് കണ്ടൻസർ. സിങ്ക്രോണസ് കണ്ടൻസർ എന്ന് പറയുന്നത് ഒരു ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടറാണ്. ഇവിടെ കാണാം, ഒരു 3 ഫേസ് ലോഡ് ഉണ്ട്, കറണ്ട് I ആണ്. ഇപ്പൊ മോട്ടർ എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് IM, മോട്ടറിന്റെ കറണ്ട് IM ആണ്. ഒരു റൈറ്റ് സൈഡിൽ ഒരു ഡയഗ്രാം കാണാം നിങ്ങൾക്ക്. അതിൽ ഡയഗ്രത്തിൽ IM ആണ് മോട്ടറിന്റെ കറണ്ട്, L ആണ് നേരത്തെ ഉണ്ടായിരുന്ന കറണ്ട്. അപ്പോൾ ഈ മോട്ടർ വരുന്നതോടുകൂടി ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ആവശ്യമായ റേറ്റഡ് ആയിട്ടുള്ള ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫ്ലക്സ് അതിന് കൊടുത്തു കഴിഞ്ഞാൽ, ഓവർ എക്സൈറ്റഡ് മോട്ടർ ആണെങ്കിൽ അപ്പൊ അതിന് റിയാക്റ്റീവ് പവർ കൂടുതലായിരിക്കും. അതായത് മാഗ്നറ്റിക് കമ്പോണന്റ് ഉള്ളതാണ് റിയാക്റ്റീവ് പവർ. അപ്പൊ റിയാക്റ്റീവ് പവർ ഈ ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടറിന് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അഡീഷണൽ ആയിട്ടുള്ള റിയാക്റ്റീവ് പവർ അത് ആ ലൈനിന് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ മോട്ടറിന്റെ കറണ്ട് IM ആണ്. അപ്പൊ IL പ്ലസ് IM ആണ് I എന്ന് പറയുന്നത്. അതായത് ലോഡ് കറണ്ട് IL പ്ലസ് മോട്ടറിന്റെ കറണ്ട് IM ആണ്. അതിന്റെ ഫേസർ സം ആണ് I എന്ന് പറയുന്നത്. കാണാം, ആദ്യം വിയും IL-ഉം തമ്മിലുള്ള ആംഗിൾ φL ആയിരുന്നു, വളരെ വലിയ ആംഗിൾ ആയിരുന്നു. നെക്സ്റ്റ് വിയും I തമ്മിലുള്ള ആംഗിൾ വളരെ ചെറിയ ആംഗിൾ ആണ്. അപ്പൊ ഇവിടെ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ കറണ്ട് ഒരു മോട്ടർ ഒരു ലീഡിങ് കറണ്ടാണ് ഇതിൽ നിന്ന് വലിക്കുന്നത്. ആക്ച്വലി ഇത് ലീഡിങ് കറണ്ട് സപ്ലൈയിൽ നിന്ന് എടുക്കുകയും ഒരു ലാഗിങ് കറണ്ട് അതിന് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിങ്ക്രോണസ് മോട്ടർ ഒരു റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിലേക്ക് ഇപ്പോൾ നമുക്ക് ഒരു ലൈനിലെ കറണ്ട് എന്ന് പറയുന്നതിന് ആക്റ്റീവ് കമ്പോണന്റ് ഉണ്ടാവും, റിയാക്റ്റീവ് കമ്പോണന്റ്. റിയാക്റ്റീവ് കമ്പോണന്റ് ഈ മോട്ടർ കൊടുക്കുന്നത് കൊണ്ട് ആ ലൈനിലെ ടോട്ടൽ കറണ്ട് കുറയുകയും അപ്പോൾ അതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ്, അപ്പോൾ I ഇൻറ്റു ആർ എന്ന് പറയുന്ന ഡ്രോപ്പ് ആ ലൈനിൽ കുറയുക. അപ്പോൾ അങ്ങനെ നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് റിയാക്റ്റീവ് പവർ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഈ സിങ്ക്രോണസ് കണ്ടൻസർ വർക്ക് ചെയ്യുന്നത്. ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടറാണ് സിങ്ക്രോണസ് കണ്ടൻസർ. ഇത് പവർ ഫാക്ടർ കറക്ഷന് വേണ്ടി യൂസ് ചെയ്യും. അത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ കാണും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് VAR കോമ്പൻസേറ്റർ. ഇതൊക്കെ ഒരു മോഡേൺ ഡിവൈസ് ആണ്. ഇങ്ങനത്തെ ഡിവൈസസ് ആണ് ഇപ്പോൾ വോൾട്ടേജ് റെഗുലേഷന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. VAR എന്ന് പറഞ്ഞാൽ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്, അതായത് റിയാക്റ്റീവ് പവറിന്റെ യൂണിറ്റ് ആണ് VAR എന്ന് പറയുന്നത്. റിയാക്റ്റീവ് പവർ കൺട്രോൾ വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് പവർ ഇലക്ട്രോണിക് സ്വിച്ചസ്, നിങ്ങൾ കാണുന്ന ഡയഗ്രത്തിലുള്ള സ്വിച്ച് ഒരു തൈറിസ്റ്റർ ആണ്. അപ്പോൾ റിയാക്റ്റീവ് പവർ കൺട്രോൾ ചെയ്യുന്ന വഴി നമുക്ക് ലൈനിലെ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് എല്ലാ റിയാക്റ്റീവ് പവർ കൺട്രോൾ ലൈനിലെ ആവശ്യമായ റിയാക്റ്റീവ് പവർ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്നതോടുകൂടി ആ ലൈനിലെ കറണ്ട് കുറയ്ക്കാനും നമുക്ക് എക്സ്റ്റേണൽ റിയാക്റ്റീവ് പവർ നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. റിയാക്റ്റീവ് പവർ കൊടുക്കുന്ന വഴി ആ ലൈനിലെ വോൾട്ടേജ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പല മോഡേൺ ഡിവൈസ് പല ഇതുണ്ട്. ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റം, സ്റ്റാറ്റ്കോം, അങ്ങനെ കുറെ അഡ്വാൻസ്ഡ് ഡിവൈസ് ഉണ്ട്. ഒരെണ്ണമാണ് സ്റ്റാറ്റിക് VAR കോമ്പൻസേറ്റർ. അപ്പൊ റിയാക്റ്റീവ് പവർ കൺട്രോൾ ചെയ്തിട്ട് ലൈനിൽ വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ്. ഇങ്ങനത്തെ ഡിവൈസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് മോഡേൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റാറ്റിക് VAR കോമ്പൻസേറ്റർ. ഇതൊക്കെയാണ് വോൾട്ടേജ് റെഗുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഡിവൈസസ്. പക്ഷേ പവർ സിസ്റ്റത്തിൽ ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും കോസ് ഫൈ എന്ന് പറയും. എന്താണ് കോസ് ഫൈ? എന്താണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് പവർ ഇൻ AC സർക്യൂട്ട്. അതായത് ഒരു AC സർക്യൂട്ടിലെ പവർ യൂട്ടിലൈസേഷൻ എത്ര എഫക്റ്റീവ് ആണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു DC സപ്ലൈ ആണെങ്കിൽ അതിലെ കറണ്ട് Iയും വോൾട്ടേജ് Vയും ആണെങ്കിൽ നമുക്ക് പവർ V ഇൻറ്റു I കിട്ടും. പക്ഷെ അതേസമയം അത് AC സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പവർ V ഇൻറ്റു I ഇൻറ്റു കോസ് ഫൈ ആയിരിക്കും. അപ്പോൾ ആ കമ്പോണന്റ് കോസ് ഫൈ എന്നുള്ള കമ്പോണന്റ് AC സർക്യൂട്ടിൽ കിട്ടുന്ന പവർ അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ആക്റ്റീവ് പവർ കിട്ടുന്ന P ഈക്വൽ ടു VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ. പവർ ഫാക്ടർ എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ. ഇവിടെ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് VRMS ഇൻറ്റു IRMS. ആക്റ്റീവ് പവർ P ഈക്വൽ ടു VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ. പവർ ഫാക്ടർ കോസ് ഫൈ ഈക്വൽ ടു ആക്റ്റീവ് പവർ P ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ VRMS ഇൻറ്റു IRMS. അപ്പോൾ ഒരു AC സർക്യൂട്ടിൽ പവർ, അതായത് യൂസ്ഫുൾ പവർ, നമ്മളിപ്പോൾ ഒരു ലോഡിന് സപ്ലൈ ചെയ്യുന്ന യൂസ്ഫുൾ പവർ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഫാക്ടറാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ വിയും ഐയും തമ്മിലുള്ള ആംഗിൾ ഫൈ ആണെങ്കിൽ കോസ് ഫൈ കമ്പോണന്റ് മാത്രമേ അത് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ് പവർ ഫാക്ടറിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഒരു ഹൈ പവർ ഫാക്ടർ എപ്പോഴും പവർ സിസ്റ്റത്തിന് ആവശ്യമാണ്. എന്താണെന്ന് നോക്കാം. പല എക്യുപ്മെന്റ്സ്, അതായത് ലാർജ് മെഷീൻസ്, ട്രാൻസ്ഫോമറുകൾ, ഇതെല്ലാം റേറ്റ് ചെയ്തിരിക്കുന്നത് KVA-യിലാണ്. KVA ഈക്വൽ ടു KW ബൈ കോസ് ഫൈ, അതായത് ആക്റ്റീവ് പവർ ബൈ കോസ് ഫൈ ആണ്. കോസ് ഫൈ കൂടിക്കഴിഞ്ഞാൽ KVA-യുടെ വാല്യൂ കുറയും. അപ്പോൾ മെഷീന്റെ സൈസ് കുറയ്ക്കാൻ പറ്റും, കോസ്റ്റ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് അതുപോലെ തന്നെ സ്മാളർ സൈസ് ഓഫ് കണ്ടക്ടർ, അതായത് P ഈക്വൽ ടു VI കോസ് ഫൈ ആണ്. സപ്പോസ് നമ്മൾ Pയും Vയും കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ കോസ് ഫൈ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടറിന്റെ സൈസ് കുറച്ച് റേറ്റിംഗ് ഉള്ള ആണെങ്കിൽ, കറണ്ട് കുറവാണെങ്കിൽ കണ്ടക്ടറിന്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ I²R ലോസസ്, ലൈനിലുള്ള ലോസസ് ആണ്, പവർ ലോസ് ആണ് I²R. ആ കറണ്ട് കുറവാണെങ്കിൽ ആ ലോസും കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതാണ് ലെസ് ഡ്രോപ്പ്. V ഈക്വൽ ടു I ഇൻറ്റു Z ആണ്. അപ്പൊ കറണ്ട് കുറയുകയാണെങ്കിൽ ആ വോൾട്ടേജ് ഡ്രോപ്പ് കുറയും. അങ്ങനെ നമുക്ക് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പല ഇൻഡസ്ട്രികൾക്കും ഇതുണ്ട്. അപ്പൊ എല്ലാ ഇൻഡസ്ട്രികളും ഇപ്പൊ നമ്മൾ KSEBയിൽ നിന്ന് സപ്ലൈ വാങ്ങുകയാണെങ്കിൽ പവർ ഫാക്ടർ ഒരു നിശ്ചിത ലിമിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പവർ ഫാക്ടർ 0.9 കുറവാണെങ്കിൽ
അത് നമ്മൾ അതോറിറ്റിക്ക് പെനാൽറ്റി കൊടുക്കേണ്ടി വരും പവർ ഫാക്ടർ കുറഞ്ഞതിന്. കാരണം പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈനിൽ ഉണ്ടാകുന്ന ലോസസ് കൂടും, വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. അതുകൊണ്ട് തന്നെ ഇത് പവർ ഫാക്ടർ നല്ല പവർ ഫാക്ടർ ആണെങ്കിൽ 0.95 കൂടുതലാണെങ്കിൽ ആ കൺസ്യൂമേഴ്സിന് ഒരു ഇൻസെന്റീവ് കൊടുക്കും. ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 0.9 കുറവാണെങ്കിൽ പെനാൽറ്റി കൊടുക്കും. അപ്പോൾ 0.95 കൂടുതലാണെങ്കിൽ ഇൻസെന്റീവ്, നമുക്ക് ഇങ്ങോട്ട് കുറച്ച് ഇൻകം കിട്ടും. അപ്പോൾ അത് ഹൈ പവർ ഫാക്ടർ പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് അങ്ങനെ ഒരു ഇൻസെന്റീവ് കൊടുക്കുന്നത്. അപ്പോൾ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് ഒരു മേജർ ഇതാണ് ഇൻഡസ്ട്രികൾക്ക്. എങ്ങനെയാണ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു RL ലോഡ് നമുക്ക് കാണാം. അപ്പോൾ RL ലോഡിൽ നമ്മളിപ്പോൾ ഒരു കപ്പാസിറ്റർ വെക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ലോഡ്സ് ആർ ഇൻഡക്റ്റീവ് ലോഡ്. ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറയുമ്പോൾ ഒരു ലാഗിങ് പവർ ആണ് അത് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ആ റിയാക്റ്റീവ് പവർ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഇപ്പോൾ ഒരു കപ്പാസിറ്റർ വഴി നമുക്കത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നേരത്തെ ലോഡിലെ കറണ്ട് I ആണ്, കപ്പാസിറ്ററിലെ കറണ്ട് IC ആണെങ്കിൽ I' = IC + I. അപ്പോൾ ആദ്യം വിയും ഐയും തമ്മിലുള്ള ആംഗിൾ വളരെ വലുതായിരുന്നു, 5 ആയിരുന്നു. അപ്പോൾ കപ്പാസിറ്റർ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ കറണ്ട് I' ആയി. അപ്പോൾ ആംഗിൾ കുറഞ്ഞു, 5 ആയി. 5 ചെറിയ ആംഗിൾ ആണ്. അപ്പോൾ ആംഗിൾ കുറയുമ്പോൾ കോസ് വാല്യൂ കൂടും. അപ്പോൾ അങ്ങനെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് വരും. നെക്സ്റ്റ് ഒരു എക്യുപ്മെന്റ് ആണ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ. അതായത് നേരത്തെ പറഞ്ഞ കപ്പാസിറ്ററിന്റെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. ലോഡിന് പാരലായിട്ട് ഒരു കപ്പാസിറ്റർ ബാങ്ക് ആഡ് ചെയ്യും. അപ്പൊ കപ്പാസിറ്റർ ബാങ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 3 കപ്പാസിറ്ററിന്റെ ഒരു ഇതായിരിക്കാം. അപ്പൊ പല കപ്പാസിറ്റേഴ്സ് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഡെൽറ്റ കണക്റ്റഡ് കപ്പാസിറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ സ്റ്റാർ കണക്റ്റഡും ആയിരിക്കാം. ഇപ്പോൾ ഡെൽറ്റ ആൻഡ് സ്റ്റാർ കണക്ട് ഡിഫറെന്റ് കപ്പാസിറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ എത്രത്തോളം റിയാക്റ്റീവ് പവർ കൊടുക്കണം എന്നനുസരിച്ച് ഡിഫറെന്റ് കപ്പാസിറ്റർ ബാങ്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്യോ ക്ലോസ് ചെയ്യോ ചെയ്യാം. കൂടുതൽ കപ്പാസിറ്റർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ കപ്പാസിറ്റർ എത്രത്തോളം റിയാക്റ്റീവ് പവർ കൺട്രോൾ ചെയ്യണം എന്നുള്ളതനുസരിച്ച് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് മെയിൻ്റനൻസ് മതി. അതിൽ ഉണ്ടാവുന്ന ലോസ്, ഡയറക്ടറി ലോസ് ഒക്കെ കുറവാണ്. അപ്പൊ അതൊരു നല്ലൊരു മെത്തേഡാണ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ വേണം. പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ലൈഫ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷന് കണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ സിങ്ക്രോണസ് കണ്ടൻസർ, അതായത് ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടർ. അപ്പോൾ മോട്ടർ ഇവിടെ ഒരു ലീഡിങ് കറണ്ട് ഡ്രോ ചെയ്യും. ലീഡിങ് കറണ്ട് ഡ്രോ ചെയ്യുന്നത് ലാഗിങ് കറണ്ട് സപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ IM ആണ് ലീഡിങ് കറണ്ട് ഡ്രോ ചെയ്യുന്നത്, ലാഗിങ് കറണ്ട് സപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. ലാഗിങ് കറണ്ട് സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യാം. അപ്പൊ അത് എന്താണ്, ഇവിടെ IM ലീഡിങ് ആണ്, ഇവിടെ 90 ഇല്ലെങ്കിൽ കൂടി ഒരു ലീഡിങ് കറണ്ട് സിങ്ക്രോണസ് മോട്ടോർ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ IL + IM ആണ് I എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം നേരത്തെ ഉണ്ടായിരുന്ന വലിയ ആംഗിൾ 5L ആയിരുന്നു. ഇപ്പോൾ ഉള്ള ആംഗിൾ 5 ആണ്. വിയും ഐയും തമ്മിലുള്ള ആംഗിൾ ചെറുതായി, 5 കുറയുന്നതോടുകൂടി കോസ് വാല്യൂ ഇംപ്രൂവ് ആയി, പവർ ഫാക്ടർ ഇംപ്രൂവ് ആയി. അപ്പോൾ ഇതൊരു കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേസ് അഡ്വാൻസർ ആണ്. അപ്പോൾ ഫേസ് അഡ്വാൻസർ ഇൻഡക്ഷൻ മോട്ടറിന്റെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ഫേസ് അഡ്വാൻസർ യൂസ് ചെയ്യുന്നത്. അത് മോട്ടറിന്റെ ഷാഫ്റ്റിൽ, അതായത് റോട്ടറിൽ തന്നെ കണക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഫേസ് അഡ്വാൻസർ. അപ്പൊ അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് നമ്മൾ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ റിയാക്റ്റീവ് പവർ സപ്പോർട്ട് എങ്ങനെയെങ്കിലും കൊടുക്കണം. ഇവിടെ റിയാക്റ്റീവ് പവർ സപ്പോർട്ട് കൊടുക്കുന്നത് റോട്ടർ വൈൻഡിങ്ങിലേക്ക് ആവശ്യമായ എക്സൈറ്റിംഗ് കറണ്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നോർമലി ഇപ്പൊ കൊടുക്കുന്നത് സ്റ്റാറ്ററിലേക്ക് സപ്ലൈ കൊടുക്കും, റോട്ടർ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ സ്റ്റാറ്ററിൽ നമ്മൾ എടുക്കുന്ന കറണ്ട് തന്നെയാണ് ഈ റിയാക്റ്റീവ് പവറും പ്രൊവൈഡ് ചെയ്യുന്നത് നോർമൽ കേസിൽ. അപ്പൊ അതിന് പകരം ഈ എക്സൈറ്റിംഗ് കറണ്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, അതിന്റെ റിയാക്റ്റീവ് പവർ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പവർ ഫാക്ടർ, ഇൻഡക്ഷൻ മോട്ടറിന്റെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെ കൊടുക്കുക വെച്ചാൽ സ്ലിപ്പ് ഫ്രീക്വൻസി നിങ്ങൾ ഇൻഡക്ഷൻ മോട്ടർ പഠിക്കുമ്പോൾ മനസ്സിലാവും. സ്ലിപ്പ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പൊ നോർമൽ ഫ്രീക്വൻസി 50 ഹെർട്സിൽ സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ ഒരു സ്ലിപ്പ് എന്ന് പറയാം. അപ്പൊ ഇത് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് 1500 RPM ആണെങ്കിൽ അതിൽ റോട്ടർ കറങ്ങുന്ന സ്പീഡ് അതിനേക്കാൾ കുറവായിരിക്കും. സപ്പോസ് ഒരു 1440 RPM ഒക്കെ ആയിരിക്കും, റെവല്യൂഷൻസ് പെർ മിനിറ്റിലായിരിക്കും അത് കറങ്ങുന്നത്. അപ്പോൾ അതിലൊരു ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ 1500 1440 തമ്മിൽ ഒരു 60 RPM ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിനാണ് സ്ലിപ്പ് സ്പീഡ് എന്ന് പറയുന്നത്, ആ ചേഞ്ച്. അതുപോലെ തന്നെ സ്ലിപ്പ് ഫ്രീക്വൻസി ഉണ്ട്. അതായത് ഈ റോട്ടറിൽ ഉണ്ടാവുന്ന, നമ്മൾ സ്റ്റാർട്ടറിൽ കൊടുക്കുന്ന ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ തന്നെയും റോട്ടറിലുള്ള ഫ്രീക്വൻസി കുറവായിരിക്കും, 2 ഹെർട്സ് ആയിരിക്കും. അപ്പൊ അതിനാണ് സ്ലിപ്പ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ സ്ലിപ്പ് ഫ്രീക്വൻസിയിൽ നമ്മൾ റോട്ടർ വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യുന്നതോടുകൂടി മോട്ടർ നമ്മുടെ ലൈനിൽ നിന്ന് വലിക്കുന്ന റിയാക്റ്റീവ് പവറിന് കുറവ് വരും. കാരണം നമ്മൾ റോട്ടറിന് എക്സ്റ്റേണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ റിയാക്റ്റീവ് പവർ എക്സ്റ്റേണൽ ആയിട്ട്
പ്രൊവൈഡ് ചെയ്യുന്നതോടുകൂടി ഈ റിയാക്റ്റീവ് പവർ നമ്മൾ കൊടുക്കുന്നതോടുകൂടി മോട്ടറിന് ടോട്ടൽ ആയിട്ടുള്ള പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പം ഇത് മൂന്നാണ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ, സിങ്ക്രോണസ് കണ്ടൻസർ, അതായത് ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടറാണ് സിങ്ക്രോണസ് കണ്ടൻസർ അല്ലെങ്കിൽ കപ്പാസിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫേസ് അഡ്വാൻസർ ഇൻഡക്ഷൻ മോട്ടറിന്റെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ്. ഇത് മൂന്നാണ് പവർ ഫാക്ടർ കറക്ഷൻ എക്യുപ്മെന്റ്സ്. പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നല്ല പവർ ഫാക്ടർ ആണെങ്കിൽ അതിന് ഇൻസെന്റീവും നമുക്ക് ഇൻഡസ്ട്രികൾക്ക് കിട്ടും. പവർ ഫാക്ടർ കുറവാണെങ്കിൽ അതിന് പെനാൽറ്റി ഉണ്ടായിരിക്കും. പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പവർ സിസ്റ്റത്തിൽ. താങ്ക് യു സാർ. ദാറ്റ്സ് ഓൾ ഫോർ സെഷൻ. ഹലോ സാർ. ഹലോ സാർ, കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, കുറച്ച് ഡൗട്ട്സുകൾ വന്നിട്ടുണ്ട്. ഓക്കെ സാർ. ഓക്കെ സാർ, നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് എർത്തിങ് ട്രാൻസ്ഫോർമർ? ട്രാൻസ്ഫോമറിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നമ്മൾ എർത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നമ്മൾ ആർ ഫേസ് വൈ ഫേസ് 3 ഫേസും പോകുന്നുണ്ട്, ഒരു ന്യൂട്രലും ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിലെ എല്ലാ ലോഡും ഒരിക്കലും തുല്യമായിരിക്കില്ല. അപ്പോൾ ആ ലോഡുകൾ ബാക്കി അൺബാലൻസ് കറണ്ട് ഒക്കെ ഫ്ലോ ചെയ്യുന്നത് ന്യൂട്രലിൽ കൂടെയാണ്. അപ്പോൾ ആ ന്യൂട്രൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ ഗ്രൗണ്ടിലേക്ക് എർത്തിലേക്ക് ഒരു പാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂട്രൽ ട്രാൻസ്ഫോമറിൽ എർത്ത് ചെയ്യുന്നത്. സാർ, അതായത് 3 ഫേസ് ലോഡ് എപ്പോഴും അൺബാലൻസ് ആയിരിക്കും. കാരണം വീടുകളിലേക്ക് കൊടുക്കുന്ന എല്ലാ ലോഡും ഓരോ ഫേസിലെ ലോഡ് കറണ്ട് സെയിം ആയിരിക്കില്ല. അപ്പോൾ ആ ലോഡ് കറണ്ട് അൺബാലൻസ് ആയിട്ടുള്ള കറണ്ട് ഒക്കെ ന്യൂട്രലിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ആ അൺബാലൻസ്ഡ് കറണ്ടിന് ഫ്ലോ ചെയ്യാനായിട്ട് ഒരു പാത്ത് കൊടുക്കണമെങ്കിൽ ഈ എല്ലാം അത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രലിലേക്കാണ് വരിക. അപ്പൊ ആ ന്യൂട്രൽ എർത്ത് ചെയ്താൽ മാത്രമേ ആ കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു പാത്ത് കിട്ടുള്ളൂ. ന്യൂട്രലിൽ നിന്ന് എർത്തിലേക്ക് ഫ്ലോ ചെയ്യാം. അതിനാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലെ ന്യൂട്രൽ എർത്ത് ചെയ്യുന്നത്. ഓക്കെ സാർ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ ഡെൽറ്റ കണക്ഷൻ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഡെൽറ്റ കണക്ഷൻ അല്ല, സ്റ്റാർ കണക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പ്രൈമറിയിലാണ് ഡെൽറ്റ കണക്ഷൻ, സെക്കൻഡറിയിലാണ് സ്റ്റാർ കണക്ഷൻ. അതായത് സ്റ്റാർ കണക്ഷനിലെ ഒരു ന്യൂട്രൽ പോയിന്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൺസ്യൂമേഴ്സിന് ന്യൂട്രൽ പോയിന്റ് കൊടുക്കണമെങ്കിൽ സ്റ്റാർ കണക്ഷൻ ആയാൽ മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ന്യൂട്രലിൽ നമുക്ക് കൺസ്യൂമേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റാർ കണക്ഷൻ സെക്കൻഡറിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് റിയാക്റ്റീവ് പവർ ആൻഡ് വാട്ട് ഈസ് ദ നീഡ് ഓഫ് സപ്ലൈയിങ് റിയാക്റ്റീവ് പവർ? നമ്മൾ പവർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പവറിന് 2 കമ്പോണന്റ് ഉണ്ട്, ആക്റ്റീവ് പവർ ആൻഡ് റിയാക്റ്റീവ് പവർ. അതായത് ലോഡിന് ലോഡ് യൂസ്ഫുൾ പവർ, ഇപ്പൊ ലൈറ്റ് ആയിട്ട് നമ്മുടെ എക്യുപ്മെന്റ് എപ്പോഴും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ മാത്രമേ അതിന് ഔട്ട്പുട്ട് ആയിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനും പവർ ജനറേറ്റ് ചെയ്യാനും ഇപ്പൊ ഇൻഡക്ഷൻ ആൾട്ടർനേറ്റർ അതായത് ജനറേറ്ററിൽ അതായത് വൈൻഡിങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ഇൻഡക്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ റിയാക്റ്റീവ് പവർ എന്തായാലും അതൊരു സപ്പോർട്ടിങ് മെക്കാനിസം ആണ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഒഴിവാക്കാനാവില്ല. പക്ഷെ റിയാക്റ്റീവ് പവർ ഇപ്പൊ പവറിൽ 2 കമ്പോണന്റ് ഉണ്ടാവും, ആക്റ്റീവ് പവർ ആൻഡ് റിയാക്റ്റീവ് പവർ. അപ്പോൾ ആക്റ്റീവ് പവർ പി, റിയാക്റ്റീവ് പവർ ക്യൂ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ, ആക്റ്റീവ് പവറിന്റെ സ്ക്വയർ പ്ലസ് റിയാക്റ്റീവ് പവറിന്റെ സ്ക്വയർ ഈക്വൽ ടു അപ്പാരന്റ് പവർ സ്ക്വയർ ആണ്. അതൊരു പൈതഗോറസ് തിയറം വെച്ചിട്ട്, അതായത് ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും 2 കമ്പോണന്റ് ആണ് പവറിന്റെ. അപ്പോൾ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ലോഡുകളെല്ലാം ലാഗിങ് ലോഡാണ്. ഇപ്പൊ മോട്ടർ അതിനെല്ലാം വൈൻഡിങ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാതും ലാഗിങ് ലോഡായിരിക്കും. ലാഗിങ് ലോഡിന് പവർ ഫാക്ടർ കുറവായിരിക്കും. പവർ ഫാക്ടർ കുറവുള്ള സമയത്ത് ഈ റിയാക്റ്റീവ് പവർ നമ്മൾ സപ്ലൈ ചെയ്താൽ മാത്രമേ ആ റിയാക്റ്റീവ് പവർ നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലൈനിൽ നിന്ന് വരുന്ന കറണ്ടിന് റിയാക്റ്റീവ് പവറിന്റെ നമുക്ക് വലിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കറണ്ടിന് ലൈനിലെ കറണ്ടിന് ആക്റ്റീവ് കമ്പൗണ്ട് ഉണ്ടാവും, റിയാക്റ്റീവ് കമ്പൗണ്ട് ഉണ്ടാവും. ആക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത് വോൾട്ടേജിന് ഇൻഫേസ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് ആക്റ്റീവ് കമ്പോണന്റ്. വോൾട്ടേജിന് ഔട്ട് ഓഫ് ഫേസ് 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് റിയാക്റ്റീവ് കമ്പോണന്റ്. അപ്പൊ ആക്റ്റീവ് കമ്പോണന്റ് മാത്രമേ നമുക്ക് യൂസ്ഫുൾ പവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ റിയാക്റ്റീവ് പവർ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കറണ്ട് കൂടുതൽ നമുക്ക് ആക്റ്റീവ് പവറിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സാർ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറി സൈഡിൽ നമ്മൾ എന്തുകൊണ്ട് സ്റ്റാർ കണക്ഷൻ യൂസ് ചെയ്യുന്നത്? ഞാനത് നേരത്തെ പറഞ്ഞതാണ് സാർ, ക്ലിയർ ആയി പറയാം. ഇപ്പൊ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സൈഡില് നമ്മൾ പറഞ്ഞപ്പോ നമുക്ക് സ്റ്റാർ വീടുകളിലേക്ക് ഒരു ഫേസും ഒരു ന്യൂട്രലുമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ
ആ ന്യൂട്രൽ കൊടുക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ ആർ ഫേസ് ആൻഡ് ന്യൂട്രൽ, വൈ ഫേസ് ആൻഡ് ന്യൂട്രൽ, ബി ഫേസ് ആൻഡ് ന്യൂട്രൽ, ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഓരോ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിംഗിൾ ഫേസ് സപ്ലൈ ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ന്യൂട്രൽ ആവശ്യമാണ്. അപ്പൊ ഒരു സ്റ്റാർ കണക്ഷനിൽ മാത്രമേ ന്യൂട്രൽ പോയിന്റ് ഉള്ളൂ. ഡെൽറ്റ കണക്ഷനിൽ ന്യൂട്രൽ പോയിന്റ് അവൈലബിൾ അല്ല. അപ്പൊ സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ മാത്രമേ ആ ന്യൂട്രൽ പോയിന്റ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആ ന്യൂട്രൽ പോയിന്റ് എടുത്തിട്ടാണ് നമ്മൾ ആർ ഫേസ് ആൻഡ് ന്യൂട്രൽ, വൈ ഫേസ് ആൻഡ് ന്യൂട്രൽ, ബി ഫേസ് ആൻഡ് ന്യൂട്രൽ അങ്ങനെ കൊടുക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് സ്ലിപ്പ് ഫ്രീക്വൻസി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് ആക്ച്വലി ഇവർ ഇൻഡക്ഷൻ മോട്ടോർ പഠിച്ചിട്ടില്ല. ഇൻഡക്ഷൻ മോട്ടറിലുള്ള ഒരു കൺസെപ്റ്റ് ആണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1440 RPM ആണെങ്കിൽ ഇപ്പൊ ഇൻഡക്ഷൻ മോട്ടർ ഉണ്ടാവുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1500 RPM ആയിരിക്കും. അപ്പൊ ആ 1500 RPMവും 1440 RPM തമ്മിലുള്ള ഒരു ചേഞ്ച് 60 എന്നുള്ളതാണ് അതിന്റെ സ്ലിപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഒരു ഫ്രീക്വൻസിയാണ്. അപ്പൊ അത് 2 ഹെർട്സ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയാൻ 50 ഹെർട്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 50 ഹെർട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് 1500 RPM ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 60 RPMന് അതായത് ഒന്നുകൂടി പറയാം, 50 ഹെർട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1500 RPM ആണെങ്കിൽ 60 RPMന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ഹെർട്സ് ആയിരിക്കും. അപ്പൊ 2 ഹെർട്സ് ആയിരിക്കും ഈ ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടറിൽ ഉണ്ടാകുന്ന EMFന്റെ ഫ്രീക്വൻസി. 50 ഹെർട്സ് ആയിരിക്കില്ല, 2 ഹെർട്സ് ആയിരിക്കും. അപ്പൊ 2 ഹെർട്സിന് പറയുന്ന പേരാണ് ഈ സ്ലിപ്പ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ മോട്ടർ എന്നുള്ള ടോപ്പിക് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ സാർ, ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് ഫിഗർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറിൽ വൈ ദർ ഈസ് 6 ഫ്യൂസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ 6 ഫ്യൂസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 3 ഫേസ് ഓരോ വീടുകളിലേക്ക് നമ്മൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പൊ 30 കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ 10 പേർക്ക് ആർ ഫേസ് ആൻഡ് ന്യൂട്രൽ, 10 പേർക്ക് വൈ ഫേസ് ആൻഡ് ന്യൂട്രൽ, 10 പേർക്ക് ബി ഫേസ് ആൻഡ് ന്യൂട്രൽ. അപ്പോൾ ആർ ഫേസും ഓരോ ആർ ഫേസിനും ന്യൂട്രലിലും ഉള്ള ഒരു ഫ്യൂസ് ആണ് കാണിക്കുക. ഇപ്പൊ ആർ ഫേസിന് 2, വൈ ഫേസിന് 2, ബി ഫേസിന് 2, അതായത് ഓരോ ഫേസിനും അതിന്റെ ന്യൂട്രലിനും ഓരോ ഫ്യൂസ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. Is the phase advancer is a winding or any other apparatus? ഫേസ് അഡ്വാൻസർ എന്ന് പറയുന്നത് ഒരു അപ്പാരറ്റസ് തന്നെയാണ്. ഒരു അപ്പാരറ്റസ് ആണ്. അപ്പൊ ആ അപ്പാരറ്റസ് എന്ന് പറയുന്നത് റോട്ടറിന് എക്സ്റ്റേണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സൈറ്റിംഗ് കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഫേസ് അഡ്വാൻസർ. വേറൊരു എക്യുപ്മെന്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ സിൻക്രണസ് കണ്ടൻസർ വോൾട്ടേജ് റെഗുലേഷൻ. സിൻക്രണസ് കണ്ടൻസർ, അതായത് സിൻക്രണസ് കണ്ടൻസർ എന്ന് പറയുന്നത് ഓവർ എക്സൈറ്റഡ് സിൻക്രണസ് മോട്ടർ ആണ്. ഓവർ എക്സൈറ്റഡ് സിൻക്രണസ് മോട്ടർ ഒരു ലീഡിങ് കറണ്ട് ആണ് ലൈനിൽ നിന്ന് ഡ്രോ ചെയ്യുക. ലീഡിങ് കറണ്ട് ഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഗിങ് കറണ്ട് അല്ലെങ്കിൽ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യാണ്. അപ്പോൾ ലൈനില് റിയാക്റ്റീവ് പവർ, ഇപ്പൊ കറണ്ടിൽ ഞാൻ പറഞ്ഞു റിയാക്റ്റീവ് കമ്പോണന്റും ഉണ്ട്, ആക്റ്റീവ് കമ്പോണന്റും ഉണ്ട്. അപ്പൊ റിയാക്റ്റീവ് കമ്പോണന്റ് ഈ മോട്ടർ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലൈനിലെ ടോട്ടൽ കറണ്ടിന് കുറവ് വരും. കാരണം റിയാക്റ്റീവ് കമ്പോണന്റ് മോട്ടർ സപ്ലൈ ചെയ്തു, ബാക്കി ആക്റ്റീവ് പവർ മാത്രം, ആക്റ്റീവ് ആയിട്ടുള്ള കമ്പോണന്റ് മാത്രം സപ്ലൈ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ലൈനിലെ കറണ്ടിന് കുറവ് വരികയും ആ കറണ്ട് കുറയുന്നത് കൊണ്ട് I/Z, അതായത് ആ ഡ്രോപ്പ്, വോൾട്ടേജ് ഡ്രോപ്പ് കുറയും. I കുറയ്ക്കുന്നതുകൊണ്ട് I/Z എന്നുള്ള ഡ്രോപ്പ് കുറയും. അപ്പൊ അങ്ങനെ വോൾട്ടേജ് ഡ്രോപ്പ് കുറയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് ഇംപ്രൂവ് ആവും. Why star to delta conversion is happening in a motor? ക്വസ്റ്റ്യൻ ക്ലിയർ. സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ ഹാപ്പനിങ് ഇൻ എ മോട്ടർ എന്നാണ് ചോദിക്കുന്നത്. ട്രാൻസ്ഫോമറിനാണ് ഇവിടെ ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ ഉള്ളത്. അത് വൈൻഡിങ്ങിന്റെ കണക്ഷന്റെ പേരാണ് ഡെൽറ്റയും സ്റ്റാറും. അത് ക്ലോസ്ഡ് ലൂപ്പായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ഡെൽറ്റയാണ്. അപ്പോൾ ഓരോ വൈൻഡിങ്ങിന്റെയും ഒരു ഭാഗം തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗമാണ് ന്യൂട്രൽ, മറ്റേത് ഫേസ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിന്റെ കണക്ഷന്റെ പേരാണ് ഡെൽറ്റയും സ്റ്റാറും. Okay, sir. Thank you. Next, sir, what is the difference between grounding and earthing? എർത്തിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വീടുകളിൽ ചെയ്യുന്ന, അതായത് കമ്പോണൻസിന്റെ എല്ലാം എക്യുപ്മെന്റിനെ എർത്ത് ചെയ്യുന്നതാണ്. എക്യുപ്മെന്റ്സിന്റെ എല്ലാം എർത്തിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതാണ്. ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് സബ്സ്റ്റേഷനുകളിലൊക്കെ ഗ്രൗണ്ട് ചെയ്യുന്നതാണ് ന്യൂട്രൽ ഗ്രൗണ്ടിങ് എന്ന് പറയും. ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. സാർ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് how to over excite synchronous motor for PF improvement. അതെ, ഓവർ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്
ഫീൽഡ് കറണ്ട് റേറ്റഡ്, ഇപ്പൊ റേറ്റഡ് സപ്പോസ് ഒരു മോട്ടറിന്റെ റേറ്റഡ് വോൾട്ടേജ് 200 വോൾട്ട് ആൻഡ് ഇപ്പൊ അതിന്റെ റേറ്റഡ് ഫീൽഡ് കറണ്ട് 10 ആംപിയർ ആണെന്ന് വിചാരിക്കും. അപ്പോൾ 10 ആംപിയർ അതിന് ആവശ്യമുള്ളൂ. 10 ആംപിയറിനേക്കാൾ കൂടുതൽ ഒരു 12 ആംപിയറോ 13 ആംപിയറോ നമ്മൾ കൊടുത്തിട്ട് അതിന്റെ റേറ്റഡ് ഫീൽഡ് കറണ്ടിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നതിനാണ് നമ്മൾ ഓവർ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. റേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് കറണ്ടിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നതിനാണ് ഓവർ എക്സൈറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് റിയാക്റ്റീവ് പവർ കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റും. അതിനാണ് ഓവർ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്, ആൻസർ ചെയ്യാലോ അല്ലേ? വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഗെറ്റിംഗ് 3-phase കണക്ഷൻ ദാൻ സിംഗിൾ-phase കണക്ഷൻ? വീടുകളിൽ നമ്മൾ 3-phase കണക്ഷൻ ആവശ്യം എന്ന് പറയുന്നത്, 3-phase കണക്ഷൻ നമ്മൾ വീടുകളിലാണെങ്കിൽ അതിന് ഒരുപാട് അത്രയും 3-phase ലൈൻ നമ്മൾക്ക് അതോറിറ്റി 𝐾𝐶Bക്ക് വലിക്കേണ്ടി വരും. അപ്പൊ അത്രയും കണ്ടക്ടറിന് ചെലവ് കൂടുതലാണ്. 3-phase ലൈൻ നമ്മൾ ചില വീടുകളിലൊക്കെ ഉണ്ട്. അപ്പൊ അത് 3-phase സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അത്രയും കണ്ടക്ടേഴ്സ് ആവശ്യമാണ്, അത്രയും ലോസ് വരും, വോൾട്ടേജ് ഡ്രോപ്പ് വരും. അപ്പോൾ അങ്ങനെ അപ്പോൾ സിംഗിൾ ഫേസ് സപ്ലൈ നമുക്ക് ആവശ്യമുള്ളൂ. 3-phase സപ്ലൈ ആവശ്യമാണെങ്കിൽ അത്രയും റിലയബിലിറ്റി വേണ്ടിയാണ്. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ കറണ്ട് പോകാറുണ്ട്, ഇപ്പോൾ ചിലപ്പോൾ ഒരു ഫേസ് മാത്രമേ പോകാറുള്ളൂ, ചില വീടുകളിൽ മാത്രമേ പോകാറുള്ളൂ എന്ന് പറയും, മറ്റു വീടുകളിലൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ 3-phase സപ്ലൈ വീടുകൾ കൊടുക്കുകയാണെങ്കിൽ അത്ര റിലയബിലിറ്റി ആയിരിക്കും, പക്ഷെ അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും, നമ്മൾ ചാർജ് കൂടുതൽ കൊടുക്കേണ്ടി വരും, അത്രയും ലൈൻ വലിക്കേണ്ട അത്രയും ലോസസ് ഉണ്ടാവും. കുട്ടികൾ പറയാനായിട്ടുള്ള, അതായത് ഈ 𝐾𝐶Bയുടെ ട്രാൻസ്ഫോമർ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ എന്നുള്ള ഒരു സെക്ഷനിലാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഒക്കെ ചെയ്യുന്നത്. അവിടെ ഈ മീറ്റേഴ്സിന്റെ ഇതും കൂടി ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയറിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റോ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. Thank you ASAP for organizing this class and giving me the opportunity to take the class. Thank you sir, thank you students for attending the class. Thank you sir, thank you for the wonderful class. Thank you students, and please fill that feedback form.